മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുന്നത് ഡിവിസിബിലിറ്റി ഓഫ് ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ സംഖ്യകളുടെ ഹരണം. ഇവിടെ 1, 2, 3, 4, 5 ടൈപ്പ് ഡെസിമൽ നമ്പേഴ്സ്, വ്യത്യസ്ത രീതിയിലുള്ള ഡിവിഷൻ, ഹരണം ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിന് ഓരോന്നിനും 3 വീതം എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഡെസിമൽസിന്റെ ഡിവിഷൻ, ഹരണം, ദശാംശ സംഖ്യയുടെ ഹരണം മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഓരോ ടൈപ്പ് പരിചയപ്പെടാം. ഫസ്റ്റ് ടൈപ്പ് നോക്കിക്കോളൂ. 2.8/7. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്നതിൽ ന്യൂമറേറ്റർ 2.8 ആണ്, ഡിനോമിനേറ്റർ 7 ആണ്, അംശം 2.8 ആണ്, ഛേദം 7 ആണ്. ഇവിടെ നോക്കുക, ഇവിടെ അംശത്തിൽ മാത്രം, ന്യൂമറേറ്ററിൽ മാത്രമാണ് ഒരു ഡെസിമൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഡെസിമലിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേ വേണ്ട. ഡെസിമലിനെ ശ്രദ്ധിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 28നെ നിങ്ങൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ശ്രദ്ധിക്കുക, 28നെ നിങ്ങൾ 7 കൊണ്ട് ഹരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ ആ 4 നിങ്ങൾ ഇവിടെ എഴുതുക. പിന്നെ അതിനുശേഷം നമ്മൾക്ക് തന്നിരിക്കുന്നതിൽ എത്ര ഡെസിമൽ ഉണ്ട് നോക്കുക, മുകളിൽ 1. അപ്പൊ ഇതിന്റെ ആൻസർ ആ 4ന്റെ മുമ്പ് ഒരു ഡോട്ട് കൊടുത്താൽ 0.4, അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് 0.4 എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. അപ്പൊ എന്ത് ചെയ്തു? ഡെസിമൽ ഇല്ലാതെ 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 എന്ന് കിട്ടി. 4ന് ശേഷം ചെയ്തത് മുകളിൽ ഒരു ഡെസിമൽ ഉണ്ടായതുകൊണ്ട് അത് ഇതിന് കൊടുത്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 1.24/4. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡെസിമലിനെ മൈൻഡ് ആക്കുന്നില്ല. 124നെ നമ്മൾ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 3 4 12, ബാക്കി 4. അപ്പൊ 1 4 4. നമുക്ക് എത്ര കിട്ടുന്നു? 31 എന്ന് കിട്ടുന്നു. 31. അപ്പോൾ നോക്ക്, ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 2 ഡെസിമൽ ഉണ്ട്. അപ്പൊ 2 നമ്പർ കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ കൊടുത്താൽ മതി. അപ്പൊ ആൻസർ ആയി നമുക്ക് 0.31. ഓക്കെ, നമ്പർ മാത്രം എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിനുശേഷം അതിൽ വരുന്ന ഡെസിമൽ ചെയ്യുന്നു. ഇവിടെ നോക്കൂ, 8 ആണ് ഇവിടെ ഉള്ളത്. 8/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 എന്നറിയാം. എത്ര ഡെസിമൽ ഉണ്ട്? 1 2 3. അപ്പോൾ ഉത്തരത്തിലും എത്ര എടുക്കുക? 3 ഡെസിമൽ. കറക്റ്റ് അല്ലേ? ഇവിടെ ഒറ്റ നമ്പർ മാത്രം ഉണ്ടായതുകൊണ്ട് അതിന്റെ മുമ്പിൽ 0 ഇട്ടിട്ട് 3 ഡെസിമൽ, അതായത് ഡോട്ടിന് ശേഷം 3 ഡിജിറ്റ് വരുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ഭാഗം മനസ്സിലായല്ലോ. വെറും നമ്പർ ഡിവൈഡ് ചെയ്യുന്നു, എത്ര ഡെസിമൽ ഉണ്ട് എന്ന് നോക്കുന്നു, അത്ര ഡെസിമൽ ആൻസറിലും കൊടുക്കുന്നു. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1 ഡെസിമൽ, ഇവിടെ 2 ഡെസിമൽ ഉണ്ടെങ്കിൽ ഇവിടെയും 2 ഡെസിമൽ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യാണ്. രണ്ടാമത്തെ ഭാഗം നോക്കിക്കോളൂ. ഇവിടെ ന്യൂമറേറ്ററിലാണ് ഡെസിമൽ എങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ, ഛേദത്തിലാണ് ഡെസിമൽ വരുന്നത്. നോക്കിയില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് എത്ര കിട്ടിയിരുന്നു? 4 എന്ന് കിട്ടിയിരുന്നു. ആ 4 തന്നെ എഴുതിയതിനു ശേഷം ഡിനോമിനേറ്ററിലാണ് ഒരു ഡെസിമൽ ഉള്ളത് എങ്കിൽ ഈ കിട്ടിയ ആൻസറിന്റെ കൂടെ ഒരു 0 അല്ലെങ്കിൽ 4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ആൻസർ ആയി. നമ്പർ മാത്രം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിനുശേഷം ഡിനോമിനേറ്ററിൽ ഡോട്ട് വരുമ്പോൾ ഒരു 0, ഒരു ഡെസിമൽ ആണെങ്കിൽ ഒരു 0 കൊടുത്താൽ അതിന്റെ ആൻസർ സിമ്പിൾ. അപ്പൊ ഇതേമാതിരി നിങ്ങൾ ഇവിടെ പറയൂ, 124 ഡിവൈഡഡ് ബൈ 0.04. അപ്പൊ എന്ത് ചെയ്യും? ഡെസിമൽ ഇല്ലാതെ നിങ്ങൾ ഡിവൈഡ് ചെയ്തു. 124 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമുക്ക് എത്ര കിട്ടി? 31 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 31 എഴുതുക. ഇനി ചെയ്യേണ്ട കാര്യം എന്താ? ന്യൂമറേറ്ററിൽ ഡെസിമൽ ഇല്ല, ഡിനോമിനേറ്ററിലാണ് 2 ഉള്ളത്. അപ്പൊ ഒരു ഡെസിമൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു 0 കൊടുത്തു. 2 ഡെസിമൽ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇവിടെ 2 0 ഇതിന്റെ കൂടെ എഴുതിയാൽ 3100, 3100 ഇതിന്റെ ആൻസർ ആയി. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കിക്കോളൂ. 8/2 നമുക്ക് 4 എന്ന് കിട്ടും. എത്ര ഡെസിമൽ ഉള്ളത്? 1 2 3 ഡെസിമൽ ഉണ്ട്. അതായത് ഡോട്ടിന് ശേഷം 3 നമ്പർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിന് ശേഷം 3 0 കൊടുത്താൽ ഇതിന്റെ ആൻസർ ആയി. ഓക്കെ, അപ്പോ ഇതും തമ്മിൽ കമ്പയർ ചെയ്താൽ എന്താണ് മനസ്സിലാവുന്നത്? ന്യൂമറേറ്ററിലാണ് ഡെസിമൽ വരുന്നതെങ്കിൽ എത്ര ഡെസിമൽ അതിലുണ്ടോ ആ ഡെസിമൽ തന്നെ കൊടുക്കുക. ഡിനോമിനേറ്ററിലാണ്, ഛേദത്തിലാണ് ഡെസിമൽ വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം എത്ര ഡെസിമൽ ഛേദത്തിലുണ്ടോ അത്രയും സീറോസ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ കൂടെ ചേർത്ത് വെക്കുക. അപ്പൊ രണ്ടാമത്തും പാസ്സായി, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് നോക്കുക. ഇത് വേറെ തന്നെ മാറ്റി ഞാൻ വരയിട്ട് വെക്കാം.
0.28/0.7 എന്താണ് അതിന്റെ അർത്ഥം? ന്യൂമറേറ്ററിലും ഡെസിമൽ ഉണ്ട്, ഡിനോമിനേറ്ററിലും ഡെസിമൽ ഉണ്ട്. അപ്പോൾ അന്നേരം ചെയ്യേണ്ടത് ഇവിടെ എത്ര ഡെസിമലാണ് ഉള്ളത്? ഓക്കെ, ഇവിടെ എത്ര ഡെസിമലാണ് ഉള്ളത്? ശ്രദ്ധിക്കുക, 2 ഡെസിമൽ ഉണ്ട്. ഇവിടെ എത്ര ഡെസിമലാണ് ഉള്ളത്? 1. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കുത്തിന് ശേഷം 2 അക്കമുണ്ട്, കറക്റ്റ് 2. കുത്തിന് ശേഷം 1 ഉണ്ട്, അപ്പൊ 1. അപ്പൊ ഇവിടെയാകുമ്പോ എവിടെയാണ് കൂടുതൽ? മുകളിലാണ് കൂടുതൽ. എത്ര കൂടുതൽ? 2-ൽ നിന്ന് നമ്മൾക്ക് 1 കുറക്കുക. അപ്പൊ എത്ര കൂടുതൽ? 1 കൂടുതലാണ് മുകളിൽ വരുന്നത് അല്ലെ? അപ്പൊ സിമ്പിൾ ആയി ആൻസർ നിങ്ങൾ 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടുന്നു? 4 കിട്ടുന്നു. പക്ഷെ മുകളിലാണ് 1 ഡെസിമൽ അധികം. അതുകൊണ്ട് ഈ ആൻസറിൽ നമ്മൾ എന്ത് ചെയ്തു? 1 ഡെസിമൽ കൊടുക്കുന്നു. മുകളിലാണ് ഡെസിമൽ അധികം വരുന്നത് കൊണ്ട് അവിടെ പോയിന്റ് കൊടുത്താൽ അതിന്റെ ആൻസർ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 0.124/0.4 124 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് എത്ര കിട്ടിയിരുന്നു? അവിടെ 31 എന്ന് കിട്ടിയിരുന്നു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 3 എണ്ണം. 1 2 3 3 ഉണ്ടല്ലോ. ഇവിടെ എത്ര എണ്ണം ഉണ്ടത്? 1. അപ്പൊ എന്ത് ചെയ്യാ? ഇതിന്റെ ഡിഫറൻസ് കാണാം. 3 1 പോയാൽ എത്ര? 2. ഇപ്പൊ 2 ഡെസിമൽ മുകളിൽ ഉണ്ട് അധികം. അപ്പോഴതിന്റെ ആൻസർ വരില്ലേ? ഈ അധികം വരുന്ന ഡെസിമൽ ഇതിന് കൊടുക്കണം. 2 ഡെസിമൽ ഇതിന് കൊടുത്താൽ അതിന്റെ ആൻസർ ആയി 0.31 അല്ലെങ്കിൽ 0.31 എന്ന് വെച്ചാൽ ഇതിന്റെയും ആൻസർ ആയി. സിമ്പിൾ ആണല്ലോ. ഇനി മൂന്നാമത്തെ കേസ് നിങ്ങൾക്ക് സ്വന്തം തന്നെ എഴുതാൻ പറ്റും. 8/2 നമുക്ക് എത്ര കിട്ടും? 4. മേലെ എത്ര ഡെസിമൽ ഉണ്ട്? 3 എണ്ണം. താഴെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പൊ 3ഉം 2ഉം 3 2 കുറക്കുക. അപ്പൊ എത്ര കിട്ടും? 1 കിട്ടും. 1 കിട്ടുമ്പോ മുകളിൽ എന്ത് ചെയ്താൽ മതി? 1 ഡെസിമൽ കൊടുത്താൽ ഇതിന്റെ ആൻസർ ആയി. ഓക്കെ, എത്ര സിമ്പിൾ ആണെന്ന് നോക്കിക്കോളൂ. മുകളിലാണ് ഡെസിമൽ എത്ര കൂടുതൽ വരുന്നുണ്ടോ അവർ തമ്മിൽ ഡിഫറൻസ്, അവരുടെ വ്യത്യാസം കണ്ടിട്ട് എത്ര അധികം വരുന്നുണ്ടോ അത്രയും ഡെസിമല് കിട്ടിയ ആൻസറിന് കൊടുത്താൽ മൂന്നാമത്തെ ടൈപ്പ് ക്ലിയർ ആയി. ഇനി നാലാമത്തെ ടൈപ്പ് നോക്കിക്കോളൂ. ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 1 ഡെസിമൽ. ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 2 ഡെസിമൽ. അപ്പൊ എവിടെയാണ് കൂടുതൽ? താഴെയാണ് 1 അധികം. അപ്പൊ 2-ൽ നിന്ന് ഈ 1 കുറച്ചാൽ എത്ര അധികം? 1 അധികം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 4 കിട്ടി. പക്ഷേ ഡെസിമല് ദശാംശം അധികം വരുന്നത് എവിടെയാ? താഴെയാണ്. താഴെ ദശാംശം വന്നു കഴിഞ്ഞാൽ 1 അധികം ഉണ്ടായതുകൊണ്ട് 1 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെയും ആൻസർ ആയി. രണ്ടാമത്തെ ടൈപ്പ് നിങ്ങൾക്ക് ഈസി ആയി പറയാൻ പറ്റും. 2.4 പോയിന്റ് ഇത്. അപ്പൊ ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? നമുക്ക് 31 കിട്ടും. ഇവിടെ എത്ര ഡെസിമൽ വരുന്നുണ്ട് നോക്കിയാൽ? 1. മനസ്സിലായില്ലേ? കുത്തിന് ശേഷം 1. ഇവിടെ എത്ര ഡെസിമൽ വരുന്നുണ്ട് നോക്കിയാൽ? 3. അപ്പൊ എവിടെയാ കൂടുതൽ? താഴെയാണ് കൂടുതൽ. എത്ര കൂടുതൽ? എത്ര മോർ? എത്ര വരും? 3 - 1. 3 1 കുറച്ചാൽ മതിയല്ലോ. അപ്പൊ എത്ര അധികം? 2 എണ്ണം അധികം. 2 എണ്ണം അധികം വരുമ്പോ കിട്ടിയ ആൻസറിന്റെ കൂടെ 2 0 കൊടുത്തു കഴിഞ്ഞാൽ അത് താഴെയാണ് കൂടുതൽ വരുന്നതെങ്കിൽ 0 കൊടുക്കുക, മുകളിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ അത്രയും ഡെസിമൽ കൊടുക്കുക. ഓക്കെ, അവരുടെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാസ്റ്റ് ആൻസർ സിമ്പിൾ ആയിട്ട് എഴുതും. 8/2 = നമുക്കറിയാം 4 ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ എത്ര ഡെസിമല്? 1 2 3 4 5 എണ്ണം. ഇവിടെ എത്ര എണ്ണം? 2 എണ്ണം. അപ്പൊ ഇവിടെ എത്ര അധികം? 5-ന്ന് 2 കുറച്ചാൽ 3 അധികം. 3 അധികം വരുന്നതുകൊണ്ട് ഈ ആൻസർ നമുക്ക് 4 അല്ലേ കിട്ടിയത്? ഡിവൈഡ് ചെയ്തപ്പോൾ 4 കിട്ടി. 3 അധികം വരുന്നത് കൊണ്ട് എത്ര ചെയ്താൽ മതി? 3 0 കൊടുത്താൽ മതി. അപ്പൊ ഈ നാലാമത്തെ ടൈപ്പ് ഈസി. അഞ്ചാമത്തെ ടൈപ്പ് പറഞ്ഞാൽ മനസ്സിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നോക്കിക്കോളൂ. 28/7 നമുക്ക് എത്ര അറിയാം? 4. മേലെ എത്ര എണ്ണം? 1. താഴെ എത്ര എണ്ണം? നോക്കി, കുത്തിന് ശേഷം 1 ഡെസിമൽ, കുത്തിന് ശേഷം 1. രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പൊ ഒന്നും ചെയ്യണ്ട, 0 ചേർക്കണ്ട, ഡെസിമലും ഇടണ്ട. ഇവിടെ നോക്കിക്കോളൂ. 1.24/0.04 124 4 കൊണ്ട് ഹരിക്കുക. എത്ര കിട്ടും? 31. മേലെ എത്ര? 2. താഴെ എത്ര? 2. അപ്പൊ 2-ന്ന് 2 കുറച്ചാൽ 0. അപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്തത് അതേമാതിരി 8/2 = എത്ര കിട്ടും? 4. ഇവിടെ 3, ഇവിടെ 3. അപ്പൊ നോ ചേഞ്ച്, ആൻസർ മാത്രം മതി. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഏത് ടൈപ്പിൽ വന്നു കഴിഞ്ഞാലും എല്ലാ ടൈപ്പുമായി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരുമ്പോൾ ഇത്രയും ടൈപ്പിലാണ് നമുക്ക് ആൻസർ ഉണ്ടാവുക. ഒന്നുകൂടെ ഞാൻ റിവ്യൂ ചെയ്താല്, ഫസ്റ്റിൽ ഒന്നുകൂടെ പറഞ്ഞാല്, മുകളിൽ ഡെസിമൽ മാത്രം ഉള്ളതെങ്കിൽ എത്ര ഡെസിമൽ ഉണ്ടോ അത് തന്നെ കൊടുക്കുക. താഴെ മാത്രം ഡെസിമൽ വരികയാണെങ്കിൽ എത്ര ഡെസിമൽ ഉണ്ടോ അത്രയും 0 കൊടുക്കുക.
മുകളിലും താഴെയും ഡെസിമൽ ഉണ്ടെങ്കിൽ അവയുടെ ഡിഫറൻസ് വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് മുകളിലാണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യാം, ആ വ്യത്യാസം വരുന്ന ഡെസിമൽ ഇവിടെ കൊടുക്കുക. മുകളിലും താഴെയുള്ളതിൽ താഴെയാണ് കൂടുതൽ വരുന്നതെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ച് ആ കിട്ടിയ ആൻസറിന് അത്ര 0 കൊടുക്കുക. ഓക്കെ, മുകളിലും താഴെയും സെയിം ആണ് വരുന്നതെങ്കിൽ ആൻസർ മാത്രം എഴുതുക. വളരെ സിമ്പിളായി കൃത്യമായിട്ട് ഓരോന്നും മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.